ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ റിവ്യൂ ആണ്. ഗായ്സ്, നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രീമിയർ ലീഗിൽ നടന്ന വോൾവസുമായിട്ടുള്ള മത്സരത്തിൽ യുണൈറ്റഡ് പതിവ് പോലെ 3-0 എന്ന ഗോൾ സ്കോറിൽ തോറ്റിരിക്കുകയാണ്. ലാസ്റ്റ് ബോൺമൗത്തിനെതിരെ കളിച്ച മത്സരത്തിൽ 3-0 എന്ന ഗോൾ സ്കോറിലായിരുന്നു തോറ്റിട്ടുണ്ടായിരുന്നത്. ആ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ മടുത്തു ഗായ്സ്. യുണൈറ്റഡിൻ്റെ വീഡിയോ ചെയ്തിട്ട് എനിക്ക് തന്നെ മടുത്തു. കാരണം ഒരു യുണൈറ്റഡ് ഫാൻ എന്ന നിലയിൽ ഇപ്പോൾ കളി തന്നെ കാണാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയുക, ഒരു വാച്ച് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഇല്ല. കാരണം ഒരു കളി തോറ്റു, 2 കളി തോറ്റു, 3 കളി തോറ്റു. ഓക്കെ, തോക്കുന്നത് സ്വാഭാവികം. പക്ഷെ ഒരു ഗെയിമിലൊരു ചേഞ്ചസ് കൊണ്ടുവരണ്ടേ? അമോറിം എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് അമോറിമിന് തന്നെ മനസ്സിലാവുന്നില്ല. ഒരു ഗെയിം പ്ലേ കാണുമ്പം ഒരു ആരാധകൻ എന്ന നിലയിൽ ആർക്കൊന്നും മനസ്സിലാവുന്നില്ല. നല്ല രീതിയിൽ ഫോമുള്ള ഡിലൈറ്റിനെ സബ് ചെയ്ത് ആദ്യ ലെവലിൽ ചൂസ് ചെയ്യാണ്ട് യൂറോ, കഴിഞ്ഞ കളിയിലും യൂറോ, ഈ കളിയിലും യൂറോ ആയിരുന്നു. അതുപോലെ തന്നെ പിന്നെ എന്തുകൊണ്ടാണ് കസമീറോ ആയിട്ട് വലിയ പ്രശ്നമുണ്ടോ? കസമീറോ ഞാൻ ഇതുവരെ അമോറിം വന്നതിന് ശേഷം കസമീറോന് ഇതുവരെ ഇനി സബിൽ വരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കസമീറോ. അതുപോലെ തന്നെ റാഷ്ഫോർഡ്, ഗർണാച്ചോ ആ ഒരു പ്രോബ്ലം വന്നതിന് ശേഷം ഇവരെയും ആദ്യം ഇന്ന് ഗർണാച്ചോ സ്കോഡിലുണ്ടായിരുന്നു. പക്ഷെ റാഷ്ഫോർഡിൻ്റെ സ്കോഡിൽ തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുപാട് പ്ലെയേഴ്സായിട്ട് ഇതുവരെ എനിക്ക് സിങ്ക് ആകാൻ പറ്റിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. പ്ലെയേഴ്സായിട്ട് ഇതുവരെ അമോറിമിന് കണക്റ്റ് ആകാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് പേഴ്സണലി മനസ്സിലാക്കാൻ പറ്റിയത്. ഈ ഒരു ഈഗോ വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ ഒരു സീസണും സ്വാഹയാണ്. ഈ ഒരു സീസണിൽ വലിയൊരു പ്രതീക്ഷയും വേണ്ട. എനിക്കിപ്പോൾ തോന്നുന്നത് ആ നിസ്റ്റൽ റോയിനെ തന്നെ കുറച്ച് കാലം ജസ്റ്റ് ഒരു 6 മാസം ഈ നിസ്റ്റൽ റോയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും എനിക്ക് ചങ്ങായി എത്തിച്ച് കൊള്ളുമായിരുന്നു. കാരണം ഇതുവരെ യുണൈറ്റഡിലെ ഹിസ്റ്ററി ഇപ്പോൾ ഈ വന്നതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഫേവറേറ്റ്, എനിക്കെന്നല്ല ഓൾമോസ്റ്റ് എല്ലാ യുണൈറ്റഡിൻ്റെ ഫാൻസിനും ഇഷ്ടപ്പെട്ടൊരു കോച്ചായിരുന്നു നിസ്റ്റൽ റോയ്. നിസ്റ്റൽ റോയിൻ്റെ റേഞ്ച് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ എവർട്ടൺ എന്നുള്ള ഒരു ടീം ലാസ്റ്റ് നിസ്റ്റൽ റോയ് വരുന്നതിന് മുന്നേ എനിക്കൊന്ന് ലാസ്റ്റത്തെ 5 മാച്ചസും ഫെയിലായിരുന്നു. 5 മാച്ചസും തോറ്റിട്ടുണ്ടായിരുന്നു. പക്ഷെ നിസ്റ്റൽ റോയ് വന്നതിന് ശേഷം സിറ്റി ആയിട്ട് സമനില്ല, പിന്നെ 2 കളി വിൻ ചെയ്തു, 1 കളി ഡ്രോ. നിസ്റ്റൽ റോയ് എവർട്ടണിലേക്ക് പോയതിന് ശേഷം എവർട്ടണിന് ഉണ്ടായ റിസൾട്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ അമോറിം ഇത്രയും വലിയൊരു ഹൈപ്പിൽ യുണൈറ്റഡിലേക്ക് വന്നു. പക്ഷെ വന്നതിന് ശേഷം എനിക്ക് ഫസ്റ്റത്തെ 2-3 കളി ചെറിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. ഇപ്പോൾ കർബോ കപ്പ് നിന്ന് പുറത്തായി. പിന്നെ എന്താണ് ഈ ഒരു മുന്നോട്ടുള്ള പ്ലാനിങ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എന്താണ് അമോറിം ഉദ്ദേശിക്കുന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. നല്ല രീതിയിൽ ഫോമുള്ള ഡിലൈറ്റിനെ ഫസ്റ്റ് സ്ക്വാഡിൽ ഉൾപ്പെടുത്താതിരിക്കുക. അതുപോലെ തന്നെ കസമീറോ, കാരണം നിസ്റ്റൽ റോയുള്ള സമയത്ത് നല്ല രീതിയിൽ നല്ല ഫയറായിട്ട് നിന്നൊരു പ്ലെയറാണ് കസമീറോ. കാരണം ഔട്ട് ഓഫ് ദ ബോക്സിന് എവർട്ടണിനെതിരെ ഒരു ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് ഹെഡിങ് ഗോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കസമീറോ. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫോമിലുള്ള കസമീറോനെ എന്തുകൊണ്ടാണ് ഉപയോഗിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ ഗർണാച്ചോ നിസ്റ്റൽ റോയ് ഉള്ള സമയത്ത് വരെ നല്ല രീതിയിലുള്ള ഫോമുള്ളൊരു പ്ലെയർ ആയിരുന്നു. അതുപോലെ തന്നെ നിസ്റ്റൽ റോയ് എന്നല്ല, എറിക് ടെൻ ഹാഗ് ഉള്ള സമയത്തും നല്ല രീതിയിലുള്ള ഫോമിലുണ്ടായിരുന്ന ഒരു പ്ലെയറായിരുന്നു. ബിഗ് മാച്ച് പ്ലെയറായിരുന്നു. റാഷ്ഫോർഡ് ഒരുപാട് കാലങ്ങളായിട്ട് കാണുന്ന ഒരു ഫോം ഔട്ട് കാരണം അതുപോലെ കുറച്ച് ഈഗോ ഉള്ള ഒരു പ്ലെയറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതോ റാഷ്ഫോർഡിനെ മാറ്റി നിർത്തിയാലും എന്തുകൊണ്ടാണ് ഗർണാച്ചോനെ സെലക്ട് ചെയ്യാത്തത്? അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഡിലൈറ്റിന് ആദ്യ ലെവലിൽ കൊണ്ടുവരാത്തത്? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു 3 സെൻറ്റർ ബാക്ക് വെച്ച് കളിക്കേണ്ട ഒരു സ്ക്വാഡല്ല, ഒരു സ്ക്വാഡ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഒരു വർഷം ഒരു 4 റൈറ്റ് ബാക്കും ലെഫ്റ്റ് ബാക്കും വെച്ച് കുറച്ച് കാലം ഒന്ന് ബിൽഡ് ചെയ്ത് കൊണ്ടതിന് ശേഷം അതിനുശേഷം ഒരു അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ലിവർപൂളിലുള്ള ആ ഒരു സ്ക്വാഡ്, ലിവർപൂൾ ചില സമയത്ത് 3 സെൻറ്റർ ബാക്കായിട്ട് കളിക്കാറുണ്ട്. അവർക്ക് അതിനനുസരിച്ച് റിസൾട്ടും കിട്ടാറുണ്ട്. ഇത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇങ്ങനെ സഡൻ റിസൾട്ട് വേണമെന്നും എന്താ പറയുക, ഇങ്ങനെ ഒരു സ്ക്വാഡ് വെച്ചിട്ട് ചെയ്യണമെന്നാണ് നടപടിയാവുന്ന കാര്യമല്ല.
അപ്പോൾ ഫ്യൂച്ചറിൽ ഈ ഒരു ഫോർമുലേഷൻ തന്നെയാണ് ട്രൈ ചെയ്യുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഈ സീസൺ വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു റിസൾട്ട് വരെ കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും ടോപ്പ് 10 12ാം സ്ഥാനത്തോ 13ാം സ്ഥാനത്തോ മറ്റേ യുണൈറ്റഡ് ഉള്ളത്. കാരണം ഇപ്പം ഞാനൊന്നും നോക്കാറില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ യുണൈറ്റഡിൻ്റെ കളി കണ്ട് മടുത്തു ഗൈസ്. ഇപ്പം ഇതാണ് യുണൈറ്റഡിൻ്റെ അവസ്ഥ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നുള്ള കാര്യം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ഇനി നെക്സ്റ്റ് മാച്ച് വരുന്ന ന്യൂകാസിൽ യുണൈറ്റഡ് ആയിട്ടാണ് നെക്സ്റ്റ് മാച്ച് വരുന്നത്. അപ്പോൾ ആ ഒരു മാച്ചസും ഒരു വലിയ രീതിയിലുള്ള പ്രതീക്ഷയോ കാര്യങ്ങളൊന്നും വേണ്ട. കാരണം അത്യാവശ്യം ന്യൂകാസിൽ നല്ല രീതിയിലുള്ള അത്യാവശ്യം നല്ല ഫോമിലാണ് അവർ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ഒരു തോൽവിയിൽ നിന്ന് ഇനിയും പാഠങ്ങൾ പഠിക്കുന്നില്ലെങ്കിൽ അമോറിമിൻ്റെ ഈഗോ തന്നെയാണ് വലുതായിട്ട് കാണുന്നെങ്കിൽ ഒരു വർഷം കൊണ്ട് തന്നെ അമോറിം വന്ന പോലെ തന്നെ സാക്ക് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളൂ. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.